കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ കാറിടിച്ച് നിർത്താതെ പോയ പ്രതി 1 വർഷത്തിന് ശേഷം പിടിയിൽ. പുറമേരി സ്വദേശി ഷെജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും കോമയിൽ തുടരുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും സർക്കാർ ഉറപ്പു നൽകണമെന്നും സർക്കാരിന്റെ സഹായം ലഭിച്ചില്ലെന്നും തൃശാനയുടെ കുടുംബം പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-ന് വടകര ദേശീയപാതയിൽ ചോറോട് വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 62 വയസ്സുകാരി മുത്തശ്ശി മരിക്കുകയും 9 വയസ്സുകാരിയായ ദൃഷാന അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഈ അപകടത്തിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. തിരികെ നാട്ടിലേക്ക് വരുന്നതിനിടെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഷെജിൽ പിടിയിലാവുന്നത്. പോലീസിനെ ഏറെ വലച്ച അന്വേഷണത്തിൽ 9 മാസത്തിന് ശേഷമാണ് പ്രതിയെക്കുറിച്ചോ ഇടിച്ച വാഹനത്തെക്കുറിച്ചോ വിവരം ലഭിച്ചത്. തെറ്റായ രേഖകൾ നൽകി ഇൻഷുറൻസ് നേടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഷെജിലിലേക്ക് എത്തിയത്. അതേസമയം പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും മകളെ ചികിത്സിക്കാൻ സാമ്പത്തിക സഹായം വേണമെന്നും കുടുംബം പ്രതികരിച്ചു. അയാൾ കുറ്റം മറച്ചു വെച്ച് വാഹനത്തിന് ഇൻഷുർ പണവുമായി അയാൾ ഗൾഫിൽ കടക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളെ ഇങ്ങനത്തെ പണി ചെയ്യൂ. അയാൾക്ക് നിയമപരമായിട്ടുള്ള നല്ല തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടണം. എൻ്റെ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപകടമുണ്ടാക്കി കാർ നിർത്താതെ പോയി, വ്യാജരേഖ ഉണ്ടാക്കി ഇൻഷുറൻസ് തുക തട്ടിയെടുത്തു എന്നിങ്ങനെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വടകര റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 കോഴിക്കോട്.